ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിക്രത്തിൻ്റെയും വേദിയുടെയും പുതിയൊരു പ്രണയവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രം പതിവ് പോലെ രാവിലെ ബൈക്ക് എടുത്ത് ഇറങ്ങാണ് കേട്ടോ. ആ സമയത്താണ് നമ്മുടെ വേദയുടെ മുത്തശ്ശി അമ്പലത്തിൽ പോയിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ വരുന്ന വഴിയിൽ നമ്മുടെ വേദയുടെ മുത്തശ്ശി വിക്രത്തിനെ കാണുന്നുണ്ട്. വിക്രത്തിനെ കാണുന്ന വഴിക്ക് ഡ്രൈവറോട് കാർ അവിടെ ഒതുക്കാൻ പറയും. എന്നിട്ട് മുത്തശ്ശി വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ. നിൽക്കുമ്പോൾ നമ്മുടെ വിക്രം വരുമ്പോൾ വേദയുടെ മുത്തശ്ശിനെ കാണും. പക്ഷെ കണ്ടിട്ട് കണ്ടില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ വണ്ടി എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ വേദയുടെ മുത്തശ്ശി മോനെ ഒന്ന് നിൽക്കണേ എന്ന് പറയൂ കേട്ടോ. അത് കേൾക്കുമ്പോൾ നമ്മുടെ വിക്രം പതുക്കെ വണ്ടി സ്ലോ ചെയ്ത് അവിടെ നിർത്തൂട്ടാ. വിക്രം അത്ര ദുഷ്ടനൊന്നുമല്ല, മോനെ പ്രായമായവരെ നല്ലപോലെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി തന്നെയാണെന്ന് വേദയുടെ മുത്തശ്ശിക്ക് അറിയാം. അങ്ങനെ നിർത്തി എൻ്റെ മുത്തശ്ശി വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയും, മോനെ എൻ്റെ കൊച്ചുമോളെ വിഷമിപ്പിക്കരുത്, അവൾ നല്ലൊരു കുട്ടിയാണ്. നിൻ്റെ കൂടെ അവൾ ജീവിക്കുമ്പോൾ അവൾ ദീർഘസുമംഗലിയായിട്ടിരിക്കും. അതുമാത്രമല്ല, നിനക്ക് ഇനി മുതൽ വച്ചടി കയറ്റങ്ങൾ മാത്രമായിരിക്കും. അവളുടെ നാൾ പ്രകാരം നിൻ്റെ നാളിനോടാണ് അവളുടെ നാൾ യോജിക്കുക. നിങ്ങൾ തമ്മിലാണ് ഒരുമിച്ച് ജീവിക്കേണ്ടതെന്നൊക്കെ നമ്മുടെ വേദയുടെ മുത്തശ്ശി വിക്രത്തിനോട് പറയൂ കേട്ടോ. അപ്പോൾ വിക്രം പറയും, എനിക്ക് വച്ചടി കയറ്റം തന്നെയാണ്. പോലീസ് സ്റ്റേഷനിലും ആൾക്കാരുടെ ചീത്തയും തല്ലുമാണ് എനിക്ക് വച്ചടിയായിട്ട് കയറ്റം. അല്ലാണ്ട് നിങ്ങളുടെ പേരക്കുട്ടി വന്നതുകൊണ്ടല്ല ഞാൻ ഇപ്പോൾ ജീവിക്കണേന്നൊക്കെ പറഞ്ഞിങ്ങനെ മുത്തശ്ശിയോട് ചൂടായിട്ട് ബൈക്ക് എടുത്ത് പോവാണ് നമ്മുടെ വിക്രം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി